ഇന്നലെ ആകെ ഉണ്ടായിരുന്ന ഒരു പോസിറ്റീവ് സംഭവം എന്നുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സാണ്. മുംബൈ ഇന്ത്യൻസ് പൊട്ടി, എൽ ക്ലാസിക്കോയില് റയൽ മാഡ്രിഡ് നാണം കെട്ടു എന്ന് തന്നെ പറയാം. അങ്ങനത്തെ ഒരു ദിവസം എൽ ക്ലാസിക്കോ ആണത്രേ. ഇതൊക്കെ ഒരു എൽ ക്ലാസിക്കോ ആയിട്ട് കൂട്ടുവോ? ലേശം ഒരു ഉളുപ്പും എന്താ പറയാ മറ്റേ ലജ്ജ അങ്ങനത്തെ സാധനങ്ങളൊക്കെ വേണ്ടേ ഇങ്ങനെ എൽ ക്ലാസിക്കോയിൽ കളിക്കണമെങ്കിൽ? ഈ റയൽ മാഡ്രിഡ് പ്ലേയേഴ്സിന് അതും ഇല്ലാന്ന് തോന്നണോ? കാരണം കഴിഞ്ഞ ഒരു 2 ആഴ്ച ഫുട്ബോൾ വേൾഡ് മൊത്തത്തിൽ ഈ ഒരു ക്ലബിനെ ടലക്കിയതാണ്. അപ്പോൾ അതിന്റെ ഒരു വീറും വാശിയും ആ ഒരു ഡിസ്റെസ്പെക്റ്റിനൊക്കെ എതിരെ സ്പീക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് എനർജിയിൽ ഈ ബാർസനി നമ്മളെ കൂടെ തോൽപ്പിച്ചിട്ട് ഒരു കപ്പടിക്കണ്ടെന്നുള്ള എൽ ക്ലാസിക്കോ ആണ്, അങ്ങനെ ഒരു മൈൻഡ് സെറ്റിലൊക്കെ വന്ന് കളിക്കുമെന്ന് വിചാരിച്ച് വാച്ച് ലോങ്ങിലൊക്കെ ഇരിക്കാൻ വെച്ച ഞാൻ ആരായി? മണ്ടൻ എപ്പത്തിയും പോലെ. എടാ ഒരു ഇച്ചിരി ഉളുപ്പുണ്ടെങ്കിൽ ഇവർ ഇന്നലെ അങ്ങനെ കളിക്കുമോ എൽ ക്ലാസിക്കോയിലെ? ഒരു താല്പര്യമില്ല. എന്ത് തേങ്ങ ബാർസ ഉണ്ട്. സെക്കൻഡ് ഹാഫ് ഒക്കെ ആയ സമയത്ത് വെറുതെ ഒരു 10-25 പാസ്സൊക്കെ ചെയ്തിട്ട് ഇനി വേണമെങ്കിൽ ഒരു അറ്റാക്ക് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് ഒരു അറ്റാക്ക് ചെയ്യുക, പിന്നെ റയലിൻ്റെയൊക്കെ ഒന്ന് പന്ത് വാങ്ങി പിന്നെയും പാസ്. എടാ ഇങ്ങനെയൊക്കെയാണെങ്കിൽ എന്തിനാ എൽ ക്ലാസിക്കോ കളിക്കാൻ വന്നത്? എംബാപ്പിനെ പോലെ നിങ്ങൾക്കും വീട്ടിലിരുന്നൂടേനോ? തേങ്ങ കൊല്ല. സ്വന്തം ടീംമേറ്റ്സിനെയും സ്റ്റാഫിനെയും ബാക്കിയുള്ളവരെയൊക്കെ അടി ഉണ്ടാക്കണ പോലെ തന്നെ ആ പിച്ചിൽ ആ ഒരു ഫൈറ്റിംഗ് സ്പിരിറ്റ് ഒക്കെ കൊണ്ടുവരി. അങ്ങനല്ലേ അതിൻ്റെ ഒരു ഇത് ഒപ്പണൻ പ്ലേയേഴ്സിനേറ്റ് ഇടുക്കി ആ ഒരു വീറും വാശിയൊക്കെ. എന്തായാലും ബാർസലോണ 2 ഗോൾ മാത്രമേ അടിച്ചതുള്ളൂ എന്നുള്ളത് വലിയൊരു പോസിറ്റീവാണ് റയലിനെ സംബന്ധിച്ച്. മറ്റേ ടെക്നിക്കലി ലിറ്ററലി ഹ്യൂമിലിയേറ്റിംഗ് എന്നുള്ള ഒരു സ്കോർ ലൈനിൽ എത്തിച്ചില്ല. പക്ഷെ ഒരു അടിച്ച 2 ഗോളും റാർക്കസ് മാഷ്ഫോർഡിന്റെ ആ ഒരു കിണ്ണം കാച്ചി ടോപ്പ് കോർണർ ഫ്രീ കിക്ക്, അതും ഗൈസ് നിങ്ങൾ ആലോചിക്കണം, കോർട്ട് വൈസ് ആണ് റയലിന്റെ കീപ്പർ. ആളങ്ങനെയൊക്കെ ബീറ്റ് ചെയ്യണമെങ്കിൽ അത്രയും പെർഫെക്റ്റ് ആവണം. പിന്നെ ഓൾമോ ആൻഡ് ഫെറാൻ ടോറസ് ഒരു 2 ആളും കൂടെ ലിംഗം കമ്പൈൻ ചെയ്തിട്ട് നടത്തിയ ആ ഒരു സെക്കൻഡ് ഗോൾ, അതും അടിപൊളി. അത് കഴിഞ്ഞിട്ട് റയലിന് 2-3 നല്ല ചാൻസസ് ഒക്കെ കിട്ടിയതാട്ടോ. പക്ഷേ ഈ മൊണ്ണകൾ അതും അറ്റ്ലീസ്റ്റ് ആ ഒരു ചാൻസ് ഒരു അടിച്ചിനെങ്കിൽ തന്നെ കളി ഒരു എനർജി ഒക്കെ വന്നിനും. പക്ഷെ ഇവർക്ക് അതിനും വയ്യ. ഞാൻ കൂടുതലൊന്നും പറയണില്ല. 2 seasons ഐ തിങ്ക് കംപ്ലീറ്റ്ലി ട്രോഫിലെസ്. കൺഗ്രാറ്റുലേഷൻസ് ടു ബാർസലോണ ഫോർ വിന്നിങ് ദ ലാ ലീഗ. ആൻഡ് പാപ്പ പെരസിനെ സംബന്ധിച്ച് കുറേയധികം കാര്യങ്ങൾ അടുത്ത സീസണിന് മുന്നേ സോർട്ട് ഔട്ട് ചെയ്യാനുണ്ട്. ന്യൂ കോച്ച്, പ്ലേയേഴ്സിൻ്റെ മെൻറ്റാലിറ്റി, അവർ തമ്മിലുള്ള ഈഗോ. എടാ ക്രിസ്ത്യാനോ റൊണാൾഡോ എന്നുള്ള ഈഗോൻ്റെ അങ്ങേ തലത്തിലുള്ള ഒരുത്തൻ കുറേ കാലം കളിച്ച് പോയിട്ട് ഇത്ര പ്രശ്നങ്ങൾ അവിടെ വന്നിട്ടില്ല. അപ്പോഴാണ് ഇതൊക്കെ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി എന്താ അപ്പോൾ ഇവരൊരു നിലവാരത്തിനെ കുറിച്ച് പറയുമ്പോൾ KBFCയുടെ പ്ലേയേഴ്സിൽ വന്ന ആ ഒരു മെൻറ്റാലിറ്റി ചേഞ്ച് ആണെങ്കിലും ക്വാളിറ്റി ചേഞ്ച് ആണെങ്കിലും അത് ശരിക്കും കാണാനുണ്ട് കേട്ടോ. ഇന്നലെ മുഹമ്മദൻസിനെതിരെ 3-1 ജയം. കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് നമുക്ക് കിട്ടിയ ചാൻസസും ഓപ്പർച്യൂണിറ്റീസും ഒക്കെ ഫിനിഷ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ 5 ഗോളിന്റെ മേലേക്ക് ഈസി ആയിട്ട് അടിക്കാനും. പെർഫോമൻസിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ കെവിൻ യോഗ് ഗൈസ്, ആള് കഴിഞ്ഞ കുറേ മാച്ചസിലായിട്ട് അത്രയും നന്നായിട്ട് തന്നെ കളിക്കുന്നുണ്ട്. ഓക്കെ, പക്ഷേ ആള് റിട്ടൈൻ ചെയ്യാനോ അല്ലെങ്കിൽ ഫ്യൂച്ചറിലേക്ക് ഇൻക്ലൂഡ് ചെയ്യാനൊക്കെ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ സെൻഡ് ഹിം ടു ഡഗസ്താൻ. ഓക്കെ, ഒരു 2-3 മാസം ആളുടെ ഫൈനൽ ഔട്ട്പുട്ട് എക്സ്പെഷ്യലി ഫിനിഷിങ് ആൻഡ് ചില സമയത്തുള്ള ക്രോസിങ്. ഈ മാച്ചിൽ ആൾ 2 അസിസ്റ്റ് ഒക്കെ ചെയ്ത് 2 കിഡിലിന് അസിസ്റ്റ് ചെയ്തെന്നുണ്ടെങ്കിൽ പോലും ആള് ഉണ്ടാക്കുന്ന ചാൻസസ് എക്സ്പെഷ്യലി 4-3 പ്ലേയേഴ്സിനെയൊക്കെ സുഖമായിട്ട് ഡ്രിബിൾ ചെയ്തിട്ട് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ മണ്ടത്തരം കാണിക്കും. അപ്പോൾ ആ ഒരു ഫൈനൽ ഔട്ട്പുട്ട്, ആൾ എടുക്കുന്ന എഫേർട്ടിന് ഈക്വൽ ആയിട്ടുള്ള ഫൈനൽ ഔട്ട്പുട്ട് ആളെ ഭാഗത്തു നിന്ന് കിട്ടുന്നവരെ ഒരു വല്ല ബേസ്മെന്റിൽ എവിടെയെങ്കിലും പ്രാക്ടീസ് ചെയ്യിപ്പിക്കി, എന്നിട്ട് ആളെ വേണമെങ്കിൽ റിട്ടേൺ ചെയ്തോളി. അല്ലെങ്കിൽ നമുക്ക് ആ ഒരു ഫൈനൽ ഔട്ട്പുട്ട് കൂടെ ഇയാൾ എടുക്കുന്ന എഫേർട്ടിൻ്റെ ഒപ്പം തരാൻ പറ്റുന്ന ഒരു പ്ലെയറെ സൈൻ ചെയ്യേണ്ടി വരും. പേഴ്സണലി കെവിൻ യോഗ് ചെയ്യുന്ന കാര്യത്തിൽ ഐ ആം വെരി സാറ്റിസ്ഫൈഡ്. പക്ഷേ ആ ഫൈനൽ ഔട്ട്പുട്ട് ആൾ വിചാരിച്ചാൽ ഇനി ടീമിൽ കൂടുതൽ ഗോൾസും കൊണ്ടുവരാൻ കഴിയും, ഉള്ളത് പറയാലോ. പക്ഷേ ഇന്നലെ മുഹമ്മദൻസിനെതിരെ അത്രയും നല്ല കളി. ചില സമയത്ത് ആള് കുടുങ്ങിയെന്ന് ഞാൻ വിചാരിച്ച സിറ്റുവേഷനിൽ വരെ എടാ ഒരു റൗണ്ട് ഇങ്ങനെ ചുറ്റിയാണ്ട് 2 ആൾ എടി കൂടെ ഒക്കെ കയറി പോരുന്നുണ്ട്. എങ്ങനെ അത് ചെയ്തത് നിങ്ങൾക്കറിയില്ല. എന്തായാലും അത് വളരെ നന്നായിരുന്നു. ആൻഡ് ഫ്രാൻചു ലൈക്ക് സീരിയസ്ലി എടാ ക്വാളിറ്റി ഉള്ള പ്ലേയേഴ്സിനെ കൊണ്ടുവന്നിരുന്നെങ്കിൽ ഈ ഒരു സീസണിൽ നമ്മൾ റെലഗേഷൻ എന്നുള്ളതിനെ പറ്റിയിട്ട് ചിന്തിക്കേണ്ട ആവശ്യം പോലും ഉണ്ടാവില്ലേനോ. എക്സ്പെഷ്യലി ഇപ്പോഴുള്ള ആ ഒരു പ്ലേയേഴ്സ് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഈസി ആയിട്ട് ആ ഒരു ടോപ്പ് 3 ഫൈറ്റ് ചെയ്ത് ചിലപ്പോൾ ലാസ്റ്റ് മാച്ച് ഡേയിൽ ട്രോഫി അടിക്കാൻ വരെ പറ്റിയുള്ള കാര്യം പറഞ്ഞാൽ എന്താപ്പോൾ ചെയ്യുക? കുറച്ച് കഴപ്പ് മാനേജ്മെൻറ്റ് ആദ്യം കാണിച്ചു. അതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഈ ഒരു അവസ്ഥയിൽ നമ്മൾ. എന്തായാലും ഇനി FC ഗോവക്കെതിരെയുള്ള ഒരു മാച്ച് ഉണ്ട്. ഗോവ അത്യാവശ്യം നല്ല സ്ട്രോങ് ടീമാണ്. അവർക്കെതിരെ ഈ ഒരു സീസണിലെ ലാസ്റ്റ് മാച്ചിൽ നമ്മൾ എങ്ങനെ കളിക്കും എന്നൊക്കെ നോക്കിയതിന് ശേഷം നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും ഏതൊക്കെ ഫോറിൻ പ്ലേയേഴ്സിനെ റിട്ടേൺ ചെയ്യാനുള്ള ചാൻസ് ഉണ്ടെന്ന്.
ആൻഡ് ശ്രീകുട്ടൻ ആള് ഒരു നല്ല ഇഞ്ചുറി കഴിഞ്ഞ് ജസ്റ്റ് അങ്ങോട്ട് ഇറങ്ങിയിട്ടുള്ളായിരുന്നു ആൻഡ് ഹീ സ്കോർഡ് ഹിസ് ഫസ്റ്റ് ഗോൾ. അതും നല്ലൊരു കാഴ്ചയായിരുന്നു. എന്തായാലും എൽ ക്ലാസിക്കോയെ കുറിച്ചിട്ടും നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പെർഫോമൻസിനെ കുറിച്ചിട്ടും നിങ്ങളുടെ ഒപ്പീനിയൻസ് കമന്റ് ചെയ്യുക. അത്രക്കുള്ളൂ. ബൈ ബൈ.